നമ്മുടെ യൂട്യൂബർ ആയിട്ടുള്ള ലിയയെ ഭർത്താവ് എടുത്തിട്ട് അടിക്കുന്ന നിങ്ങൾ കണ്ടല്ലോ. 5 മാസമേ ആയിട്ടുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട്. ഇത് യൂട്യൂബിലൂടെ പുറത്ത് വിട്ടിരിക്കുകയാണ് ലിയ. പക്ഷെ നാട്ടുകാർ മൊത്തം ലിയയെ പൊങ്കാലക്ക് ഇട്ടിരിക്കുകയാണ്. എന്താണ് കാര്യമെന്ന് നിങ്ങൾ അറിഞ്ഞോ? ഞാൻ പറഞ്ഞു തരാം. ഇതിനകത്ത് കുറച്ച് വിഷയങ്ങളുണ്ട്. റീച്ച് തന്നെയാണ് ഇമ്പോർട്ടൻ്റ്. എന്ത് ചെയ്തിട്ടായാലും സ്വന്തം ജീവിതത്തിനെ വെച്ചിട്ടായാലും അതിനെ കളിയാക്കി റീച്ച് ഉണ്ടാക്കണം. ശരിക്കും ഇതൊക്കെ കുറച്ച് കടന്ന വേലകളാണ്. ഞാനത് തെളിവ് സഹിതം ഓരോന്നായിട്ട് ഇതിനകത്ത് പറയുന്ന ഓരോരോ പോയിന്റുകൾ വീതം നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ലിയ മാത്യു ആരാണെന്നുള്ള കാര്യം. പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഒപ്പീനിയൻസ് ഇതിനെപ്പറ്റി മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്യണം. എൻ്റെ ഇൻസ്റ്റയും FB ഫോളോ ചെയ്യാനും മറക്കരുത്. നമ്മുടെ സോഷ്യൽ മീഡിയയിലെ വീഡിയോസ് ചെയ്യുന്ന ലിയ മാത്യുവിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ലിയ മാത്രമല്ല, ലിയ, നീതൂസ്, സിംപ്ലി സില്ലി തിങ്സ്, ബബിത ബബി, എല്ലാവർക്കും നല്ല പരിചയമുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവരുടെയൊക്കെ വീഡിയോസ് വന്നോ എന്ന് നോക്കി വെയിറ്റ് ചെയ്തിരുന്ന് അത് കാണുന്ന ഒരു സ്വഭാവമാണ് പേഴ്സണലി എൻ്റെത്. ഞാൻ ലിയയുടെ എല്ലാ വീഡിയോയും കാണുന്ന ആളാണ്. പക്ഷേ ലിയ ഇന്നലെ ലേറ്റസ്റ്റ് ആയിട്ടിട്ട വീഡിയോ കണ്ട മൊമെന്റിൽ ഓഡിയൻസിന് മൊത്തവും കൊടുത്ത ഒരു ഷോക്ക് ഉണ്ട്. സ്വന്തം ജീവിതം തന്നെ വെച്ചുകൊണ്ട് ഒരു സ്ക്രിപ്റ്റ് ആക്കി മാറ്റി ഇതൊരു അവയർനെസ്സിന് വേണ്ടി ചെയ്തതാണെന്നുള്ള ലെവലിലാണ് ഇപ്പൊ കാണിച്ചിരിക്കുന്നത്. വിഷയത്തിലേക്ക് വരാം. ആദ്യം ലിയ ഇന്നലെ ഇട്ടിരിക്കുന്ന വീഡിയോയും അതിന്റെ ക്യാപ്ഷനും നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ആദ്യം വീഡിയോ തുറക്കുന്നതിന് മുന്നേ നമ്മൾ തമ്പനയിലും ക്യാപ്ഷനും ആയിരിക്കുമല്ലോ കാണുന്നത്. ഓക്കെ, ഇതാണ് ക്യാപ്ഷൻ. ഞങ്ങൾ ഡിവോഴ്സായി എന്ന് പറഞ്ഞിട്ട് ലിയയും ലിയയുടെ യഥാർത്ഥ ഹസ്ബൻഡും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ വെച്ചിട്ട് ഹസ്ബൻഡിന്റെ ഫേസിൽ നിങ്ങൾ കണ്ടല്ലോ, ക്രോസ് വരച്ചിരിക്കുകയാണ്. ഹാർട്ട് ബ്രേക്ക് ആയത് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഡിവോഴ്സ് ആയി തന്നെയാണ് താഴെയും ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത്. ഇനി ഈ വീഡിയോ നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. ലിയയുടെ ചാനലിലുള്ള എല്ലാ വീഡിയോസും ഞാൻ കണ്ടിട്ടുണ്ട്. തുടക്കം മുതൽ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ലിയയെ വീഡിയോസിലൂടെ അറിയാം. വളരെ സൂപ്പറായിട്ട് അഭിനയിക്കുന്ന ആളാണ്. ഈ ഒരു മൊമെന്റിൽ അതുകൂടി പറയണം. വളരെ സൂപ്പറായിട്ട് എല്ലാം കൈകാര്യം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് ലിയ. അപ്പോൾ ലിയയുടെ വീഡിയോ, ആ വീഡിയോയുടെ സ്റ്റാർട്ടിങ് ഒരു 10 സെക്കൻഡ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. നിങ്ങളൊന്ന് കണ്ടു നോക്കണേ. അത് ഇതാണ് ക്ലിക്ക് ബൈറ്റിന് വേണ്ടി കൊടുത്ത സാധനം. ആദ്യം തന്നെ ഭർത്താവ് അടിച്ചതും ഒരു ബീപ്പ് സൗണ്ടും അതും കാണിച്ചുകൊണ്ടാണ് വീഡിയോ ഇടുന്നത്. ലിയയുടെ എല്ലാ വീഡിയോകളും കാണുന്ന എനിക്ക് ലിയ എങ്ങനെയാണ് തമ്പനയിൽ കൊടുക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാം. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാമേ. ലിയയുടെ ചാനൽ ഞാൻ എടുക്കുവാണ്. ലിയയുടെ ചാനലിനകത്ത് ഈ വീഡിയോ മാത്രം, ഞങ്ങൾ ഡിവോഴ്സായി എന്ന് കൊടുത്തിരിക്കുന്ന വീഡിയോ അല്ലാണ്ട് അതിന്റെ തൊട്ട് താഴത്തെ വീഡിയോ, തളർന്നു കിടക്കുന്ന ഭർത്താവിന്റെ അമ്മയെ ഉപദ്രവിക്കുന്ന മരുമകൾ, അയൽപ്പക്കത്തെ സ്വർണം കാണാതെ പോയാൽ, കൊച്ചിക്കാരി മരുമകൾ നാട്ടിൻ പുറത്തേക്ക്, പണമില്ലാത്തവന്റെ മകളുടെ ആദ്യ ആർത്തവം, ഉപകാരം ചെയ്ത അമ്മയുടെ അനിയത്തിക്ക് കിട്ടിയ പണി, ഇതുപോലത്തെ സംഭവങ്ങളാണ് തമ്പനയിൽ കൊടുക്കുന്നത്. മീൻസ് അതൊരു കോട്ടാണ്. പറഞ്ഞു മനസ്സിലായി, അതൊരു കോട്ടാണ്. അങ്ങനെ പറ്റിയാൽ, ഇങ്ങനെ പറ്റിയാൽ, അതാണോ ഇതാണോ, അങ്ങനെ ഇങ്ങനെ. പക്ഷെ ഇതെന്താണ്? ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഞങ്ങൾ ഡിവോഴ്സ് ആയി. ഇറ്റ്സ് എ സ്റ്റേറ്റ്മെന്റ്. ഈ സ്റ്റേറ്റ്മെന്റ് വെച്ച് റീച്ച് ഉണ്ടാക്കാനാണ് ആദ്യം നോക്കിയത്. ഈ റീച്ച് ഉണ്ടാക്കുന്നതിന് പുറമേ ആയിട്ട് രണ്ടാമത് ഈ പറഞ്ഞ ഈ വീഡിയോയിൽ തുടക്കത്തിൽ കാണിച്ചിട്ടുള്ള ക്ലിക്ക് ബൈറ്റ്, നമുക്കറിയാം. നമ്മൾ യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലോ ഷോർട്സിലോ ഒക്കെ കാണുന്ന ആദ്യത്തെ 1-2 സെക്കൻഡ്സ് മാത്രം നമ്മൾ കാണുമ്പോൾ നമുക്ക് അതിനകത്തൊരു എൻഗേജിംഗ് ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ നമ്മളത് കണ്ടുകൊണ്ടിരിക്കും. ലിയയുടെ വീഡിയോസ് ഒക്കെ അത്യാവശ്യം നല്ല റീച്ച് ഒക്കെ ഉള്ള വീഡിയോസ് തന്നെയാണ്. പക്ഷേ ഈ വീഡിയോ ലിയ റീച്ച് കത്താൻ വേണ്ടി ചെയ്ത സാധനമാണെന്ന് എനിക്ക് പറയാൻ പറ്റൂ. കാരണം ഞാൻ ലിയയുടെ എല്ലാ വീഡിയോയും കാണുന്ന ആളാണ്. ഞാൻ ഈ വീഡിയോ ക്ലിക്ക് ചെയ്ത മൊമെന്റിൽ ഞാൻ ഷോക്കായി പോയി. എന്ത് പറ്റി ലിയ ഇങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്ന, അത്രമാത്രം പ്രശ്നം നടന്നോ എന്ന് എനിക്ക് തോന്നിപ്പോയി. എനിക്ക് മാത്രമല്ല, ഈ വീഡിയോ കാണുന്ന ആ വീഡിയോ കണ്ടിട്ടുള്ള കമന്റ് ബോക്സിലെ കമന്റ് കൂടി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതിനു മുന്നേ ഈ വീഡിയോയുടെ ബാക്കി പാർട്ടിൽ ലിയ കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഞാൻ ഭയങ്കര വിഷമത്തോടെ വീഡിയോ ചെയ്ത് കല്യാണം കഴിഞ്ഞിട്ട് 5 മാസമായിട്ടുള്ളൂ. പക്ഷെ ഈ ഒരു സമയം കൊണ്ട് ഞാൻ ഒരുപാട് അനുഭവിച്ചു. ലിയ മുടിയെല്ലാം ഒരുമാതിരി പിരുത്ത് വാരിയിട്ട് അഭിനയിക്കുന്നതാണ്. ശരിയാണ്, അഭിനയിക്കുന്നതാണ്. ചുണ്ടിൽ നിന്നൊക്കെ ഇങ്ങനെ ബ്ലഡ് വരും പോലെ തോന്നുന്ന ലെവലില് നിങ്ങൾക്ക് എന്താണ്, ഞാൻ ഈ വീഡിയോ വിഷമിച്ചുകൊണ്ടാണ് എടുക്കുന്നത്. ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 5 മാസമായി എൻ്റെ ഭർത്താവിനെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വീഡിയോ തുടങ്ങുന്നത്. ഈ വീഡിയോ കണ്ടു വരുമ്പോൾ ഏതാണ്ട് 1 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും ഇത് കോണ്ടന്റ് വീഡിയോ ആണ്, നോർമലി ലിയ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോ ആണെന്ന്. പക്ഷേ ഇതിന്റെ ഫസ്റ്റ് 30 സെക്കൻഡ്സ് അല്ലെങ്കിൽ ഇതിന്റെ ഫസ്റ്റ് കുറച്ച് പോർഷൻസ് ക്ലിക്ക് ബൈറ്റിന് വേണ്ടി മാത്രം അങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഞാൻ ലിയയുടെ ഒരു സ്ഥിരം പ്രേക്ഷകനായതുകൊണ്ട് എനിക്ക് മനസ്സിലാവും ലിയ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ എല്ലാം ടൈപ്സ് ആണ്, ഡിഫറെന്റ് ടൈപ്സ്. അല്ലെങ്കിൽ ഒരു വീട്ടിൽ തന്നെ നടക്കുന്ന ഒരു വിഷയത്തിന് മേലെ വരുന്ന ആ വിഷയങ്ങൾ കാരണം ഉണ്ടാവുന്ന പല പല ടൈപ്പുകൾ, മറ്റവരുടെ പ്രതികരണങ്ങൾ. പക്ഷേ ഈ വീഡിയോയുടെ താഴെ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഇതിന്റെ താഴെ കുറേ പേര് കമന്റ് ചെയ്തിട്ടുണ്ട്.
കുറേ പേര് കമന്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ലിയ ഈ വീഡിയോക്കകത്ത് ക്ലിക്ക് ബൈറ്റ് കിട്ടാൻ വേണ്ടി പറയുന്ന സാധനം എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 5 മാസമായി എന്നൊരു സാധനം പറയുന്നുണ്ട്. ഇപ്പൊ ഈ വീഡിയോ ഒരു അവയർനെസ്സിന് വേണ്ടി എടുത്ത വീഡിയോ ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് ലിയയുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ചെക്ക് ചെയ്യാം. ലിയയുടെ ഇൻസ്റ്റാഗ്രാമിൽ 21 തീയതി സെപ്റ്റംബർ 2025 ലിയ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, ജസ്റ്റ് മാരീഡ് എന്ന് പറഞ്ഞിട്ട് 21 സെപ്റ്റംബർ 2025. അപ്പൊ 21 സെപ്റ്റംബർ ആണെങ്കിൽ അടുത്ത് 21 ഒക്ടോബർ, 21 നവംബർ, 21 ഡിസംബർ, 21 ജനുവരി, 22, 21 ഫെബ്രുവരി, 5 മാസം. ഈ 5 മാസം കഴിഞ്ഞ് 8 ദിവസം കൂടി ഇപ്പൊ ലിയയുടെ കല്യാണം കഴിഞ്ഞിട്ട് ആയിട്ടുള്ളൂ. അപ്പം ഈ 5 മാസം തന്നെയാണ് ലിയ ഈ വീഡിയോക്കകത്ത് പറഞ്ഞിരിക്കുന്നത്, പർട്ടിക്കുലർലി പറഞ്ഞിരിക്കുന്ന 5 മാസം തന്നെയാണ്. സോ ലിയയുടെ വീഡിയോ കാണുന്ന ഒരു നോർമൽ പ്രേക്ഷകനായ ആരും മനസ്സിലാക്കുന്ന ഒരു കാര്യം, ലിയ ഇത് കോണ്ടന്റിന് വേണ്ടി, അതായത് റീച്ചിന് വേണ്ടി ചെയ്തൊരു സംഭവം, അല്ലാതെ എപ്പോഴും ഇടുന്ന പോലെ കോണ്ടന്റ് വീഡിയോ അല്ല. മെയിൻ അത് ഉദ്ദേശിച്ചിട്ടുണ്ടാവും, പക്ഷെ മെയിൻലി റീച്ച് കയറാനായിട്ട് പറ്റിയ ഒരു ബെസ്റ്റ് പരിപാടിയാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഈ വീഡിയോ ത്രൂ ഔട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ റീച്ചിന് വേണ്ടി ചെയ്യുന്ന ഒരു വൈഫിനെ തന്നെയാണ് ഈ കോണ്ടന്റിലൂടെ കാണിച്ചിരിക്കുന്നത്. പക്ഷെ ഇതിന്റെ കമന്റ് ബോക്സ് നമുക്കൊന്ന് വായിച്ചു നോക്കാമേ. ഏതായാലും ഈ ക്യാപ്ഷൻ വേണ്ടായിരുന്നു. ഈ വീഡിയോയിലെ നായികയും ഈ ക്യാപ്ഷൻ ഇട്ട ലിയയും തമ്മിൽ എന്താ വ്യത്യാസം? അടുത്ത്, ഇങ്ങനെ വൈറലാകാൻ നോക്കുന്നവർ ഒരുപാടുണ്ട്. പിന്നെ അടുത്ത്, കളിക്ക് പോലും ഇങ്ങനെ ചെയ്യരുത്, അറം പറ്റും. ആദ്യം കണ്ടപ്പോൾ പേടിച്ചു. ഈ ക്യാപ്ഷൻ വേണ്ടായിരുന്നു. ക്യാഷിന് വേണ്ടി അറം പറ്റുന്ന ക്യാപ്ഷൻ ഇടരുത്. ചേച്ചിയുടെ ഒരു സബ്സ്ക്രൈബർ എന്ന നിലയിൽ പറയുകയാണ്, ഈ ക്യാപ്ഷനും തമ്പനയിലും കണ്ടപ്പോൾ ശരിക്കും ഒന്ന് പേടിച്ചു. ഈ രീതിയിലുള്ള ക്യാപ്ഷൻസും തമ്പനയിൽസും ഒഴിവാക്കൂ. കണ്ടന്റ് ആണെങ്കിലും ക്യാപ്ഷൻ കഷ്ടം എന്ന് പറയുന്നുണ്ട്. ക്യാപ്ഷൻ കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഉള്ളതാണെന്ന് വിചാരിച്ചു, കൊള്ളാം എന്തായാലും എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പം ലിയ ഇതിനൊക്കെ റിപ്ലൈ കൊടുത്തിരിക്കും, ഇതൊരു അവയർനെസ് വീഡിയോ ആണ് എന്നാണ്. പക്ഷേ ശരിക്കും ഇങ്ങനെ ഇത് ചെയ്തത് വെറും, ഞാൻ ലിയയുടെ എല്ലാ വീഡിയോയും കാണുന്നത്, ലിയയുടെ സ്നേഹമാണ്. ലിയയുടെ വീഡിയോ കാണാൻ ഞാൻ പറഞ്ഞല്ലോ, ലിയയുടെയും ബബിയുടെയും നീതൂസിൻ്റെ ഒക്കെ വീഡിയോ വന്ന് നോക്കിയിരുന്ന് കണ്ടാണ് ഞാൻ ഫുഡ് കഴിച്ചിറക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ വീഡിയോസ് വെയിറ്റ് ചെയ്തിരുന്ന് അത് റീച്ച് പോകാൻ വേണ്ടി ഇമാതിരി വേലകൾ കാണിച്ച് വെക്കരുത്. ഇതിന് എന്ത് എക്സ്പ്ലനേഷൻ ഇതിന് വന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആവുമെന്ന് എനിക്കറിയില്ല. ഇതിന് എന്ത് എക്സ്പ്ലനേഷൻ കൊടുത്താലും, പക്ഷേ ഇത് റീച്ചിന് വേണ്ടി ചെയ്തതാണെന്ന് കാണുന്ന ഏത് മനുഷ്യനും മനസ്സിലാവും. കാരണം ലിയയുടെ ബാക്കിയുള്ള തമ്പനയിൽസ് ശ്രദ്ധിച്ച് നോക്കൂ. ലിയയുടെ സ്വന്തം ഹസ്ബൻഡിന്റെ ഫോട്ടോ തന്നെയാണ് ആ പറയുന്ന, എന്താ പറയുക, അവിടെ കൊടുത്തിട്ട് തമ്പനയിൽ കൊടുത്ത് ക്രോസ് മാർക്ക് ഇട്ട് നമ്മൾ ഡിവോഴ്സ് ആയി എന്ന് പറഞ്ഞ് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ ബാക്കിയുള്ള ഒരു തമ്പിൽ പോലും അങ്ങനെ അല്ല കൊടുത്തിരിക്കുന്നത്. ബാക്കിയുള്ള എല്ലാ തമ്പിലും ചാൻസസ് അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഒപ്പീനിയൻസ് അതാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ് കൊടുത്തത്. അത് റീച്ച് പോകാൻ വേണ്ടി കാണിച്ച വേല തന്നെയാണ്. പക്ഷെ ആ വീഡിയോ ഏതാണ്ട് 21,000 പേരാണ് ഒരു ദിവസമായിട്ട് കണ്ടിരിക്കുന്നത്. എന്തായാലും എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര മോശമായിട്ട് തോന്നി. അതാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ അത്രേ ഉള്ളൂ. വീണ്ടും പറയുന്നു, ലിയ വളരെ നല്ലൊരു സൂപ്പറായിട്ട് അതിനകത്ത് പ്ലേ ചെയ്യുന്ന ആളാണ്, ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. പക്ഷെ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് കോണ്ടന്റ്സ് വേണ്ടിയിരുന്നില്ല, തികച്ചും പ്രതീക്ഷിച്ചില്ല. കാരണം ഇപ്പോൾ നമുക്കറിയാം റീച്ചിന് വേണ്ടി പലരും പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ചെയ്ത് കാണിച്ച് കൂട്ടിയിടുന്നുണ്ട്. ഫേക്ക് സാധനങ്ങൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതിലൂടെ റീച്ച് ഉണ്ടാക്കാം എന്നുള്ള ലെവല്. ഈ വീഡിയോയുടെ കോണ്ടന്റിനകത്തും ഫേക്ക് കാണിച്ചുകൊണ്ട് റീച്ച് ഉണ്ടാക്കുന്ന ഒരു കോണ്ടന്റ് ക്രിയേറ്ററിനെ കുറിച്ചിട്ടും അവരുടെ ലൈഫ് തകരുന്ന ഒരു സ്റ്റോറിയാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ആൾക്കാർ പറയുന്നത് അറം പറ്റാതിരിക്കട്ടെ എന്നാണ്. കാരണം ഈ ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന സെയിം സാധനമാണ്. ആ കോണ്ടന്റിലൂടെ എന്താണോ കാണിച്ചിരിക്കുന്നത് ആ സംഭവം തന്നെയാണ് യഥാർത്ഥത്തിൽ ലിയയും ഈ വീഡിയോക്കകത്തൂടെ കാണിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? എന്തായാലും കൊള്ളാം. റീച്ചിന് വേണ്ടി ഓരോരുത്തർ കാണിക്കുന്ന വേലകളൊക്കെ നടക്കട്ടെ. നിങ്ങൾക്ക് എന്താണ് ഇത് കാണുന്നവർക്ക് പറയാനുള്ള ഒപ്പീനിയൻ എന്നുള്ളത് മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ.